4.25 സെൻറ്റ് ലാൻഡിൽ 1775 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വീടിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ. വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പേയാടിന് സമീപം തച്ചോട്ടാവിലാണ് ഈ ഒരു വീട് സെയിലിന് വന്നിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടെല്ലാം പണിയെടുപ്പിച്ചിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും ആ മനോഹരമാക്കുവാനായിട്ട് ഗ്ലാഡിംഗ് ടൈൽസും സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. 4.25 സെൻറ്റ് ലാൻഡിൽ 1775 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുത്തി പണികഴിപ്പിച്ചിരിക്കുന്ന വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണാൻ പോകുന്നത്. വീടിന്റെ ഫ്രണ്ടേജ് മുഴുവനും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടേജ് ഒക്കെ തന്നെ നല്ല സിറ്റ് ഔട്ട് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമാക്കിയിട്ടുള്ളത്. 10x5 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്ന ചുമര് മുഴുവനും വുഡൻ പാറ്റേൺ വരുന്ന ഒരു ടൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. ബാക്കി എല്ലാ തടി വർക്കെല്ലാം തന്നെ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. 10x14 ലിവിംഗ് ഏരിയ ഡയമെൻഷൻ. ലിവിംഗ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാനൽ സീലിംഗ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഒരു മനോഹരമാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് ഏരിയ നൽകിയിരിക്കുന്ന TV യൂണിറ്റാണ് ഈ കാണുന്നത്. നല്ല ലക്ഷറി ലുക്ക് വരുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലാമിനേഷൻ ബോർഡൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്. വീഗാർഡിന്റെ വയറിംഗ് ഒക്കെ തന്നെയാണ് വീടിന് വന്നിരിക്കുന്നത്. വീഗാർഡിന്റെ വയറിംഗും കൂടാതെ തന്നെ വീഗാർഡിന്റെ സ്വിച്ചസുമാണ് വീടിന് പണിതിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ. 10x8 ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയുടെ സൈഡിൽ വന്നിരിക്കുന്ന ചുമരൊക്കെ തന്നെ 3D പെയിന്റിംഗ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വേണ്ടിയുള്ളൊരു വാഷ് ഏരിയ സമീപത്തായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയ്ക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ എല്ലാം പണിതിരിക്കുന്നത്. 8x12 കിച്ചണിന്റെ ഡയമെൻഷൻ. കിച്ചണിനകത്തും ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതും. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേണിന്റെ ടൈൽസ് ഒക്കെ തന്നെയാണ് കിച്ചണിന്റെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് ഒരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തിട്ടുണ്ട്. 12x6 ഡയമെൻഷൻ. സ്ലാബും സിങ്കും അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 3 BHK ആണ്. ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x11 റൂമിന്റെ ഡയമെൻഷൻ. വുഡൻ പാനൽ വരുന്ന ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റൂമിനകത്ത് നല്ലൊരു മനോഹരമായ വാൾ റൂപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു 3D വാൾ ആർട്ട് കാര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീരമായ ഒരു അട്രാക്ഷൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും ഈ കാണുന്നതാണ് മെയിൻ ഹാൾ. 14x14 ഹാളിൻ്റെ ഡയമെൻഷൻ. ഹാളിൽ മുഴുവനായിട്ടും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ ഒരു സൈഡിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 9x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു റൂമിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡൻ പാനലിൽ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. LED സ്ട്രിപ്പ് ലൈറ്റ് തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ വാൾ റൂപ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിരിക്കുന്നത്.
ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 10x11 ആണ് ഡയമെൻഷൻ. ബാക്കിയുള്ള റൂംസിലൊക്കെ വന്നിരിക്കുന്നത് പോലെ തന്നെ വുഡൻ പാനൽ ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ ഒരു റൂമിലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. LED സ്ട്രിപ്പ് ലൈറ്റും LED സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂംസിലും വാൾ റൂപ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലും വാൾ റൂപ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. 10x5 ആണ് ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ബാൽക്കണിയിലും നൽകിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. ബാൽക്കണിയിൽ വരുന്ന ഒരു സൈഡ് ചുമര് മുഴുവനും വോൾട്ടയിലൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലെ ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഗ്ലാസ് വർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന 4.25 സെന്റിൽ 1875 സ്ക്വയർ ഫീറ്റിൽ പണിയഴിച്ച നല്ല മനോഹരമായ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 77 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക.